പിന്നീട് 21 ഫ്ലാറ്റിൻ്റെ ടി വിയാണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറയുമ്പോൾ അതാ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നല്ലേ, ഇതിനെ AFC പ്രോബ്ലം എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ വൺ സൈഡ് ബ്ലാക്ക് പ്രോബ്ലം, വൺ സൈഡ് ഷിഫ്റ്റിംഗ് എന്നോ അങ്ങനെയൊക്കെ പറയും. ഇപ്പോൾ ഒരു തൂണ് പോലെ, അതായത് നേരെ മുകളിലും താഴോട്ട് ഒരു കട്ടിയുള്ളൊരു ബ്ലാക്ക് ലൈന് നിൽക്കുകയാണ്. AFC പ്രോബ്ലം എന്നാണ് പറഞ്ഞത്. AFC പ്രോബ്ലം, വൺ സൈഡ് ബ്ലാക്ക് പ്രോബ്ലം. ഓക്കെ, ഇപ്പോൾ ബോർഡിൽ അത്യാവശ്യം എന്താണ് ഡ്രൈയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡ്രൈ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം വരും. ഫസ്റ്റ് ഡ്രൈ സോൾഡർ ചെയ്യണം, അതായത് ഡ്രൈ റീസോൾഡർ ചെയ്യണം. ഓക്കെ, ഇവിടുത്തെ ചെറിയ SMD IC ഉണ്ട്, അതല്ലാതെ മെയിൻ IC ഉണ്ട്. മെയിൻ IC മെമ്മറി ആരോ ഇവിടെ എപ്പോഴോ മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അത്യാവശ്യം കുറച്ച് ഡ്രൈയും കാര്യങ്ങളൊക്കെ ഉണ്ട്. SMD ICയിലും കുറച്ച് ഡ്രൈ ഉണ്ട്. അപ്പോൾ SMD IC ഉൾപ്പെടെ എന്താണ് കാണുന്ന ഭാഗത്തൊക്കെ ഒന്ന് റീസോൾഡർ ചെയ്യണം. പിന്നെ ബേസ് ബോർഡും ഒന്ന് റീസോൾഡർ ചെയ്യണം. ഓക്കെ, അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഈ പ്രശ്നം എനിക്ക് തോന്നുന്നു 80% ചാൻസ് ഉണ്ട് ഈ ഒരു പ്രശ്നം മാറാൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കംപ്ലീറ്റ് ആയിട്ട് ഈ ബോർഡ് റീസോൾഡർ ചെയ്തിട്ടുണ്ട്. SMD IC റീസോൾഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പവർ സപ്ലൈ സെക്ഷനും റീസോൾഡർ ചെയ്തിട്ടുണ്ട്. വെർട്ടിക്കൽ സൈഡും പിന്നെ എന്താണ് AVയുടെ ഭാഗത്തും എല്ലായിടത്തും റീസോൾഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ മെയിൻ ICയുടെ അടുത്തുള്ള SMD ICയും മെയിൻ ICയും റീസോൾഡർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ എന്താണ് ബേസ് ബോർഡും റീസോൾഡർ ചെയ്തിട്ടുണ്ട്. ബേസ് ബോർഡ് റീസോൾഡർ ചെയ്ത് കാണിച്ചു തരാം. ഇവിടെയൊക്കെ അത്യാവശ്യം ഡ്രൈ ഉണ്ടായിരുന്നത് റീസോൾഡർ ചെയ്തിട്ടുണ്ട്. ബേസ് ബോർഡും റീസോൾഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി TV ഓൺ ചെയ്ത് നോക്കാം. ആ ഒരു പ്രോബ്ലം വൺ സൈഡ് ബ്ലാക്ക് ആയി നിൽക്കുന്ന AFC പ്രോബ്ലം മാറിയിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ TV ഓൺ ചെയ്തിട്ടുണ്ട്. കറക്റ്റായിട്ട് ആ ഒരു പ്രോബ്ലം അവിടെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഡ്രൈ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഓൺ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.